മതങ്ങളിൽ, അതായത് സെമിറ്റിക് മതങ്ങളിൽ ഈ ആത്മീയത എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കും? അത് ചെറുതായിട്ടൊന്ന് വിവരിക്കാൻ പറ്റുന്നു. ബൈബിൾ പ്രകാരം പറയുകയാണെങ്കിൽ ആദമിനും അവയും ഏദൻ തോട്ടത്തിലായിരുന്നപ്പോൾ അവർക്ക് നിത്യത ഉണ്ടായിരുന്നു. പക്ഷെ ദൈവത്തെ അനുസരിക്കാതെ അവർ പോയ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ആത്മീയത, അവരുടെ യഥാർത്ഥ സ്പിരിച്വൽ ലൈഫ് അവർക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ എന്നിട്ടും അവര് വർഷങ്ങളോളം ജീവിച്ചിരുന്നു. അപ്പൊ അത് നമുക്ക് കാണിക്കുന്നത് മനുഷ്യനൊരു 3 തലമുണ്ട്. ഒന്ന് ജഡത്തിലുള്ള ഒരു മനുഷ്യനുണ്ട്, മനസ്സിലുള്ള ഒരു മനുഷ്യനുണ്ട്, ആത്മാവിലുള്ള ഒരു മനുഷ്യനുണ്ട്. അപ്പോൾ അവന്റെ ദൈവീകത്വം, അവന്റെ ദൈവീകത്വം ഏദൻ തോട്ടത്തിൽ വെച്ച് അവനെ നഷ്ടപ്പെട്ടു. അവന്റെ മഹത്വം നഷ്ടപ്പെട്ടു. അവൻ ഉണ്ടായിരുന്ന ഒരു മഹത്വം ദൈവത്താൽ അവനിൽ പകരപ്പെട്ടത് നഷ്ടപ്പെട്ടു. അപ്പം അതുകൊണ്ട് മനുഷ്യന് നഷ്ടപ്പെട്ട ഒന്നിനെ തിരിച്ചു പിടിക്കാൻ മനുഷ്യന് സാധ്യമല്ല. ഞാൻ ബൈബിൾ പ്രകാരമാണ് പറയുന്നത്. അപ്പൊ എനിക്കൊരു 1,00,000 രൂപ കടമുണ്ടെങ്കിൽ ആ 1,00,000 രൂപയുടെ ഷോർട്ടേജ് എനിക്കുണ്ട്. എനിക്ക് ഒരിക്കലും നികത്താൻ പറ്റത്തില്ല. അപ്പം എനിക്ക് ആ 1,00,000 തരാൻ പ്രാപ്തനായിട്ടുള്ള ഒരാളുടെ ആവശ്യമുണ്ട്. അപ്പം ഏദൻ തോട്ടത്തിൽ വെച്ചിട്ട് ഈ ആദം ഹവ്വയുടെ സ്പിരിച്വൽ ആയിട്ടുള്ള എംപവർമെന്റ് അവരുടെ അത് നഷ്ടപ്പെട്ടത് കൊണ്ട് അവർക്ക് തിരികെ കൊടുക്കാൻ ദൈവത്തിനെ കഴിയത്തുള്ളൂ. കാരണം ദൈവത്തിൽ നിന്ന് കിട്ടിയതാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. ദൈവത്തിൽ നിന്ന് തന്നെ അത് തിരികെ കിട്ടിയെങ്കിലേ അവര് വീണ്ടും ആ ഒരു അവസ്ഥയിലേക്ക് കയറി വരത്തുള്ളൂ. അതുകൊണ്ടാണ് അവർക്കൊരു രക്ഷകനെ വേണ്ടി വന്നത്. അപ്പം ദൈവം ഏകനാണ്. നമ്മൾ മനുഷ്യൻ ഒന്നാണെന്ന് പറയുന്ന പോലെ നമുക്ക് മനസ്സുണ്ട്, ശരീരമുണ്ട്, ആത്മാവുണ്ട് എന്ന് പറയുന്ന പോലെ ദൈവം ഏകനാണ്. ദൈവം പിതാവായ ദൈവം, പുത്രനായ ദൈവം എന്ന് പറഞ്ഞാല് ജഡത്തിൽ അവതരിച്ച ദൈവത്തെയാണ് നമ്മൾ പുത്രനായ ദൈവം, യേശു എന്ന് പറയുന്നത്. യേശു ഈ മനുഷ്യർക്ക് അവർക്ക് നഷ്ടപ്പെട്ടു പോയ നിത്യജീവൻ കൊടുക്കാനാണ് ഭൂമിയിലേക്ക് അവതരിച്ചത്. അവർക്ക് ആ നിത്യജീവൻ നഷ്ടപ്പെടാൻ കാരണം അവർ പാപം ചെയ്തതുകൊണ്ടാണ്. പാപം എന്ന് പറയുന്നത് തെറ്റാണ്. തെറ്റ് ചെയ്യുന്നതിനാ പാപം എന്ന് പറയുന്നത്. തെറ്റെന്ന് പറയുന്നത് എന്താണ്? അതൊരു നമ്മൾ നിയമത്തെ അകൃത്യം ചെയ്യരുതാത്ത ചെയ്യുന്നതിനാ തെറ്റ്, അല്ലെങ്കിൽ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നതാണ് തെറ്റ്. അപ്പൊ നമ്മൾ ഈ റോഡില് ഒരു സ്പീഡ് ലിമിറ്റ് ഇല്ലെങ്കിൽ നമുക്ക് എത്ര സ്പീഡിൽ വേണമെങ്കിലും പോകാം. പക്ഷെ ഒരു 80 കിലോമീറ്റർ സ്പീഡ് ലിമിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെച്ചതിന് ശേഷം 80 കിലോമീറ്റർ മേളിൽ പോകാൻ പറ്റത്തില്ല. അപ്പോഴത് തെറ്റാണ്. അപ്പൊ ദൈവം ഇവർക്കൊരു കൽപ്പന കൊടുത്തിരുന്നു, ആ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ ഭക്ഷിക്കരുത്. നന്മയും തിന്മയും, ആ വൃക്ഷത്തിന്റെ ഫലം തിരിച്ചറിഞ്ഞാൽ, ആ വൃക്ഷം എന്ന് പറയുന്നത് നന്മയും തിന്മയാണ്, അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് നഷ്ടമാകും. അപ്പം യഥാർത്ഥത്തിൽ സംഭവിച്ച ആളാണ് അവര് നന്മയും തിന്മയും തിരിച്ചറിഞ്ഞത് മുതൽ അവർക്ക് നന്മയും തിന്മയും വിവേചിച്ചിട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് അവർ മാറിപ്പോയി. നന്മയും തിന്മയും വിവേചിക്കാണ്ടാതെ അവർക്കൊരു ഫ്രീ ലൈഫ് ഉണ്ടായിരുന്നു, ഒരു സ്വാതന്ത്ര്യമുള്ള ലൈഫ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ മൃഗങ്ങളെ നോക്കുക, അവർക്ക് നന്മയും തിന്മയും ഇല്ല. അവർക്ക് നന്മയും തിന്മയും അങ്ങനെ ഒരു നോക്കി ചെയ്യേണ്ട ഒരു ആവശ്യം അവർക്കില്ല. പക്ഷെ മനുഷ്യർ ആ നന്മയും തിന്മയും തെരഞ്ഞെടുത്തു. അന്ന് മുതൽ മനുഷ്യർക്കൊരിക്കലും നന്മ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അതതിന്റെ കാര്യം. നന്മ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് കള്ളം പറയാതിരിക്കാൻ, തെറ്റ് ചെയ്യാതിരിക്കാൻ നമ്മൾ ചെയ്തു പോകും. മനുഷ്യർക്ക് സാറിന് ഹിന്ദു മതത്തിൽ നല്ല ഡീപ്പായിട്ടുള്ള നോളജ് ഉണ്ടല്ലോ. അവിടെ ആത്മീയത എന്ന് പറയുന്നത്, ആധ്യാത്മികത എന്ന് പറയുന്നത് എന്ന് ചുരുക്കി വിശാലമേറിയ ഒരു സബ്ജക്റ്റ് ആണെന്ന് അറിയാം. എന്നാലും ഞങ്ങൾക്കൊക്കെ ഒന്ന് മനസ്സിലാകുന്ന രീതിയിൽ അതിനെ ഒന്ന് ചുരുക്കി ഒന്ന് പറയാൻ പറ്റും.
ആദ്യം പറഞ്ഞ ആ തെറ്റ് ഞാനിങ്ങ് തിരുത്തിക്കോട്ടെ. ആ, ഹിന്ദുമതത്തിനെ കുറിച്ച് ഒരുപാട് അറിയാമെന്ന് പറഞ്ഞതൊന്നും ഞാൻ എത്രമാത്രം അറിയുന്ന ഒരു വ്യക്തി അല്ല. കാരണം ഇവിടെ ഇത്രയും വർഷം ജോലിക്കിടയിൽ ഇവിടെ പുസ്തകങ്ങളില്ലാതെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ നോക്കി അല്ലെങ്കിൽ ചിന്തിച്ചിട്ടും ഒക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അതായത് ഞാൻ കൂടുതലും ഇതിനെക്കുറിച്ച് പഠിക്കുന്നത് മറ്റുള്ള പുസ്തകങ്ങളിൽ നിന്നല്ല, നമ്മുടെ മനസ്സിലിട്ട് ചിന്തിച്ചിട്ടാണ്. അതിനെക്കുറിച്ച് നല്ലപോലെ ഞാൻ ചിന്തിച്ചിട്ട് നമ്മളത് നോക്കുമ്പോൾ അത് കറക്റ്റായിട്ടാണ് കൂടുതലും വരുന്നത്, കറക്റ്റായിട്ടാണ് വരുന്നത്. അപ്പൊ അത് വെച്ചിട്ടാണ് ആത്മീയത എന്ന് പറയുമ്പോൾ എന്റെ കൺസെപ്റ്റ് അനുസരിച്ചുകൊണ്ട് മുമ്പേ പറഞ്ഞ പോലുള്ള പരംപുരുഷൻ അല്ലെങ്കിൽ പരമാത്മാവ്, പ്രധാനപ്പെട്ട പുത്രന്, പിതാവ്, ഇങ്ങനൊക്കെ പറയുന്ന ചില ഭാഗങ്ങൾ ബൈബിളിലും കോമൺ ആണ്, അത് ഇവിടെയും കോമൺ ആണ്. പരംപുരുഷൻ എന്ന് പറയുന്ന ആ വ്യക്തിയാണ് ഇവിടുത്തെ ഹിന്ദു മതത്തിലെ ഏറ്റവും സുപ്രീമായിട്ടുള്ള, അതായത് മഹാവിഷ്ണു, നാരായണൻ എന്നൊക്കെ പറയുന്നത് ആ വ്യക്തിയാണ്. അപ്പൊ ഓരോ സൃഷ്ടിക്കും ഒരു എനർജി, ഇറ്റ്സ് എ ഫോം ഓഫ് എനർജി. ആ എനർജി നമ്മളിപ്പോ ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കണമെങ്കിലും നമ്മുടെ കൈ പൊങ്ങണമെങ്കിലും ഇപ്പൊ ദൈവം തന്നെ സൃഷ്ടിച്ചു, നമ്മളെ സൃഷ്ടിച്ചു. ഓക്കെ, ചെവി തന്നു, കണ്ണ് തന്നു, മൂക്ക് തന്നു, വാ തന്നു, അതുപോലെ തന്നെ കൈ തന്നു, കാല് തന്നു. പക്ഷെ ഇതിനെ പ്രവർത്തിപ്പിക്കാൻ ഒരു ശക്തി വേണം. ആ ശക്തിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവെന്ന് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഒരാള് മരിച്ചു കിടക്കുന്നു, നമ്മുടെ വീടിനടുത്തുള്ള ഒരു വ്യക്തി മരിച്ചു കിടക്കുകയാണ്. അപ്പൊ നമ്മളെല്ലാരും പറയും, താണ്ട നാരായണൻകുട്ടി മരിച്ചു ഇന്നലെ എന്ന് പറയും. അപ്പൊ നമ്മൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ നാരായണൻകുട്ടി അവിടെ കിടപ്പുണ്ട്. പക്ഷെ പറയുന്നത് എന്താണ്? നാരായണൻകുട്ടി പോയി എന്നാണ് പറയുന്നത്. അപ്പൊ നാരായണൻകുട്ടി എന്ന് പറയുന്നത് ആ ജഡത്തിനല്ല പറയുന്നത്. ആ ജഡത്തിന് ഉള്ളിൽ ഒളിച്ചിരുന്ന ആ പരമാത്മാവിനെയാണ് നമ്മൾ ആത്മാവെന്ന് പറയുന്നതും ദൈവത്തിന്റെ അംശമെന്ന് പറയുന്നതും എല്ലാം അത് തന്നെയാണ്. ആ ദൈവത്തിന്റെ അംശം നമ്മളിൽ നിന്ന് എപ്പോ പോകുന്നോ ആ പോകുന്ന സമയത്താണ് നമ്മൾ മരിച്ചു എന്ന് പറയുന്നതും. ഈവൻ നമ്മൾ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ആ ആത്മാവ്, അല്ലെങ്കിൽ കൺസെപ്ഷൻ സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ആത്മാവ്, അത് രണ്ട് വാദമുണ്ട്. ഞാൻ അതുകൊണ്ടാണ് രണ്ട് രീതിയിൽ പറയാൻ കാര്യം. ചില ആചാര്യന്മാര് പറയുന്നു കൺസെപ്ഷൻ സമയത്ത് തന്നെ ആത്മാവും വരുന്നുണ്ട്. ചില ആചാര്യന്മാര് പറയുന്നു അത് കുറച്ച് ആത്മാവിന് കഴിവുണ്ട്, അത് ഏത് ഗർഭപാത്രത്തിലെ ഏത് ശരീരത്തിലേക്ക് കടക്കണം എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ആത്മാവിനുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ രണ്ടായിട്ട് പറഞ്ഞത്. അപ്പൊ അങ്ങനെയൊക്കെ കയറുന്ന ആ ആത്മാവിന്റെ പ്രവൃത്തികളെയും അതിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് വേണം നാം പ്രവർത്തിക്കാൻ. അതിനെയാണ് ശരിക്കും പറഞ്ഞാൽ ആത്മീയത. അപ്പൊ അദ്ദേഹത്തിന്റെ ആ പ്രവൃത്തിയും ദൈവത്തിന്റെ പ്രവൃത്തി തന്നെ, ദൈവത്തിന്റെ ഒരു അംശം തന്നെ. നമ്മള് കിണറ്റിൽ ചെന്ന് താഴോട്ട് നോക്കുമ്പോൾ നമ്മുടെ പ്രതിപുരുഷനെ അവിടെ കാണാൻ പറ്റുന്നത് പോലെ തന്നെ അതും ഒരു ദൈവത്തിന്റെ. ഹിന്ദു മതത്തിന്റെ വിശ്വാസപ്രകാരം നമ്മളിലെല്ലാം ദൈവമുണ്ടെന്നാണ്. എല്ലാ ചരാചരങ്ങളിലും ജീവനുള്ള എല്ലാ വസ്തുക്കളിലും ദൈവമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ ദൈവത്തിനെയാണ്, ആ ദൈവത്തിന്റെ ആചാരങ്ങൾക്കും ആ ദൈവത്തിന് വേണ്ടുന്ന സന്തോഷമുണ്ടാകുന്ന എല്ലാ പ്രവൃത്തികളും നമ്മൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ ആത്മീയത എന്ന് പറയുന്നത്. അതിന്റെ മറ്റൊരർത്ഥം എന്ന് വെച്ചാൽ അത് നമ്മുടെ സന്തോഷവും കൂടാണ്. നമ്മുടെ ആത്മാവ് കൂടുതലായിട്ട് സന്തോഷപ്പെടുമ്പോൾ നമ്മുടെ ജീവിതം ഉയരും, നമ്മുടെ മനസ്സ് ചിന്ത കൂടും, നമ്മുടെ മനസ്സിൽ ദൈവത്തിനോട് കൂടുതൽ അടുക്കും. കാരണം ദൈവം ആത്മാവ് നമ്മുടെ മനസ്സിൽ തന്നെയാണ്. ആ മനസ്സിനെ കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ദൈവത്തോട് അതേയോട് ചിന്തിക്കാൻ നേരം. അല്ലാതെ നമ്മളിപ്പോ ഒരാളിൻ്റെ അടുത്ത് അതുകൊണ്ടാണ് നമ്മൾ ഭൗതികമായിട്ടുള്ള ഈ
സന്തോഷങ്ങളിലേക്ക് പോകരുത് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു BMW കാറ് അല്ലെങ്കിൽ മറ്റേ കാറ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിന് ഒരിക്കലും സന്തോഷമില്ല. കാരണം അതിന് യാത്ര ചെയ്യാൻ ഒരു BMW കാറ് വേണ്ട, അതിന് യാത്ര ചെയ്യാൻ ഒരു കാറും വേണ്ട, അതിനെങ്ങനെയും യാത്ര ചെയ്യാം. പക്ഷെ നമ്മുടെ ജഡത്തിനാണ് യാത്ര ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ നമ്മുടെ ജഡമായ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ആത്മാവ് സന്തോഷിക്കണമെന്നില്ല. അപ്പൊ ആ ആത്മാവിന്റെ സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ ആത്മീയതയായിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അപ്പൊ ഡയറക്റ്റ് മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവവുമായിട്ടുള്ള ബന്ധം തന്നെ നമ്മുടെ മനസ്സിൽ. അതുകൊണ്ടാണല്ലോ മനസ്സിനകത്താണ് ദൈവം ഉള്ളതെന്ന് പറയുന്നത്. ദില്ലേക്ക് മന്ദിർന്ന് നമ്മൾ പറയാറുണ്ട്, ആ മന്ദിറിൽ ഇരിക്കുന്നത് ദൈവമാണെന്നും പറയാറുണ്ട്. നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകേണ്ട ആവശ്യമില്ല, ആത്മീയതയ്ക്ക് വേണ്ടിയിട്ട് ക്ഷേത്രങ്ങളിൽ പോകേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ സത്കർമ്മങ്ങള് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആത്മാവ് നന്നാകുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളും അതിനനുസൃതമായിട്ട് മാറിപ്പോകും. അവർക്കൊരിക്കലും അവർ ചെയ്യുന്ന പ്രവർത്തികൾ, അവരിപ്പോ ഏത് രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാലും, എന്ത് വൃത്തികെട്ട പ്രവർത്തികൾ, ആ പ്രവർത്തികൾ പോലും നന്നായിട്ട് വരും, നല്ല രീതിയിൽ വരും. പക്ഷെ അതിനെപ്പോഴും ആത്മാവ് സന്തോഷിക്കുന്നത് എപ്പോഴായിരിക്കും? ഈ ആത്മാവ് തന്നെ സൃഷ്ടിച്ച മറ്റു ജീവജാലങ്ങളെല്ലാം സന്തോഷപ്പെടുമ്പോഴാണ് ഈ ആത്മീയത പൂർണ്ണമാകുന്നത്. അല്ലാതെ ഞാൻ മേടിച്ച ഒരു വസ്തുവിനകത്ത് ഒരു 15 മരമുണ്ട്, 15 മരം കൂടെ വെട്ടി തെളിച്ചിട്ട് ഞാൻ അവിടെ ഒരു വീട് വെച്ച് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുടുംബം കൂടെ താമസിക്കുമ്പോൾ എൻ്റെ ആത്മാവ് സങ്കടപ്പെടുകയാണ്, അല്ലെങ്കിൽ നമ്മൾ സന്തോഷിക്കുകയാണ്. അതായത് ഞാനെന്ന വ്യക്തി സന്തോഷിക്കുകയാണ്, എൻ്റെ ഭാര്യ എന്ന് പറയുന്ന വ്യക്തി സന്തോഷിക്കുകയാണ്. പക്ഷെ ആ സന്തോഷം എന്ന് പറയുന്നത് നൈമിഷിക സന്തോഷമാണ്. ആ നൈമിഷിക സന്തോഷം നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മുടെ ആത്മീയ സന്തോഷമാണ് നഷ്ടപ്പെടുന്നത്. കാരണം ആത്മാവിന് എപ്പോഴും ആ 15 മരങ്ങൾ നഷ്ടപ്പെട്ട സങ്കടമായിരിക്കും. അത് മറ്റൊരു രീതിയിൽ ഞാൻ പറയാം. നമ്മളിപ്പോ ഗുരുവായൂർ അമ്പലത്തിൽ പോയി നോക്കുക. അമ്പലത്തിൽ പോയി നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും, എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ അമ്മ രക്ഷിക്കണേ, കാത്തു രക്ഷിക്കണേ, എൻ്റെ മോൾക്ക് ഇപ്പൊ 22 വയസ്സായി, അവളുടെ കല്യാണം നടന്നിട്ടില്ല, എവിടുന്നെങ്കിലും ഒരു നല്ല ചെറുക്കനെ കൊണ്ടുതരണേ. ഇതേ ആൾക്കാർ തന്നെ വീണ്ടും ചെന്ന് പ്രാർത്ഥിക്കുകയാണ്, അയ്യോ എൻ്റെ മോടെ കല്യാണം കഴിഞ്ഞു, നിന്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ മോടെ കല്യാണം കഴിഞ്ഞിട്ട് അവൾക്ക് 5-6 വർഷമായി, ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം കൊടുക്കണേ എന്ന് നമ്മൾ അവിടെ പോയി വീണ്ടും പ്രാർത്ഥിക്കുന്നു. ചിലര് പള്ളികളിൽ പോയി പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ കൊച്ചിന്റെ ദൈവമേ, ഈ കുട്ടിയുടെ ഈ പെൺകൊച്ചാണ് അവർക്ക് ഉണ്ടായിരിക്കുന്നത്, അതിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു, അതിനുശേഷം അവളുടെ കല്യാണം കൂടെ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചോണേ എന്ന് നമ്മളുടെ ആവശ്യങ്ങൾ അങ്ങനെ പോവുകയാണ്. ഇത് പുള്ളിക്കാരൻ അവിടെ ഇരുന്ന് ഇത് കേട്ട് മടുത്തു. കാരണം വരുന്നവരെല്ലാവരും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് അവിടെ നിന്നും ഒരു ഇത് വരുന്നത്, കൃഷ്ണ ഗുരുവായൂരപ്പ, നീ ഇന്നലെ എൻ്റെ മകനെ തിരിച്ചു വിളിച്ചു, അങ്ങനെ തിരിച്ചു വിളിച്ചത് കൊണ്ട് എനിക്ക് പുത്രൻ ഇല്ലാതായതിൻ്റെ ദുഃഖം മനസ്സിലാക്കി നീ തന്നു, അതിനോട് ഭഗവാനെ ഞാൻ നിന്നോട് നന്ദിയുള്ളവനായിരിക്കും എന്ന ഒരു പ്രാർത്ഥന വരുന്നത്. അതായത് പുത്ര ദുഃഖം ഞാൻ അനുഭവിച്ചു, പുത്രനെ ലഭിച്ചപ്പോൾ ഞാൻ സന്തോഷിച്ചു, അതുപോലെ തന്നെ പുത്രനെ നഷ്ടപ്പെട്ടപ്പോഴുള്ള സങ്കടവും ഞാൻ അനുഭവിക്കുന്നു. അപ്പൊ പുത്ര ദുഃഖവും ഞാൻ അനുഭവിച്ചു, അതിന് ഞാൻ നിന്നോട് എന്നും നന്ദിയുള്ളവനായിരിക്കും എന്ന് പറയുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന. ഒരു സമയത്ത് പുത്രനെ കിട്ടുമ്പോൾ നമ്മൾ ദൈവത്തിന് നന്ദിയും പറയും, പുത്രനെ ലഭിക്കുമ്പോൾ അത് ദൈവത്തിന് കുറ്റവും പറയുന്ന ഒരവസ്ഥ. അപ്പൊ ആ ദൈവം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ആ ദൈവത്തിനെയാണ് നമ്മൾ കുറ്റം പറയുന്നത് എന്നുള്ള, എൻ്റെ ഉള്ളിലുള്ള ദൈവത്തെയാണ് കുറ്റം പറയുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ആ ഒരു കാഴ്ചപ്പാടും കൂടാണ് ശരിക്കും പറഞ്ഞാൽ മാറ്റേണ്ടത്. മുമ്പേ പറഞ്ഞ പോലുള്ള പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ആ പുത്രനിൽ നിന്നും പിതാവിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നും ലഭിക്കുന്ന ആ ഒരു എനർജി അതേ രൂപത്തിൽ അവർക്ക് മറ്റൊരു ശരീരത്തിലേക്ക് കയറാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ എനർജിയാണ് ശരിക്കും പറഞ്ഞ ആത്മാവ് എന്നുള്ള
അത് സ്പിരിറ്റ് എന്ന് നമ്മൾ പറയില്ലേ, സ്പിരിറ്റ് എന്ന് നമ്മൾ മലയാളത്തിൽ അർത്ഥമെടുക്കുമ്പോൾ അതൊരു ഉണ്ട്, കള്ള് കുടിക്കുന്ന സ്പിരിറ്റ് ഉണ്ട്, അതല്ല, വേറൊരു സ്പിരിറ്റും ഉണ്ടല്ലോ. അവിടെ നിന്നാണ്, ആ ആത്മാവിൽ നിന്ന് തന്നെയാണ് ആത്മീയതയും വരുന്നത്, ദൈവത്തിൻ്റെത് കാര്യങ്ങൾ. അതാണ് ശരിക്കും പറഞ്ഞ ഹിന്ദു മതത്തിലുള്ള ആത്മീയത എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ശരിക്കും ആത്മീയത എന്ന് പറയുമ്പം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, അതായത് നിത്യതയാണല്ലേ എല്ലാം. അതെ, അങ്ങനെ നിത്യത തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നിൽക്കുന്നില്ല. ഈ ആത്മാവ് ഞാൻ മരിക്കുന്ന സമയത്ത് എന്നിൽ നിന്നും മോചിതനാകുന്ന ആത്മാവ്, ആ ആത്മാവിനിരിക്കാൻ മറ്റൊരു സ്ഥലം വേണം. അപ്പൊ ആദ്യം പറയുന്നത് ഇത് ചന്ദ്രമണ്ഡലത്തിൽ പോകുന്നു, അത് നമുക്ക് പ്രൂഫ് ചെയ്യാനൊന്നും പറ്റില്ല. ചന്ദ്രമണ്ഡലത്തിൽ പോകുന്നു, അവിടെ നിന്ന് അത് ഫലങ്ങളിൽ നിന്നും ഫലങ്ങളായിട്ടും അതുപോലെ തന്നെ പുഷ്പങ്ങളായിട്ടും ഒക്കെ തിരിച്ച് വീണ്ടും വരുന്നു. അത് ഞാൻ കഴിക്കുന്നു. അങ്ങനെ ഞാൻ വീണ്ടും എൻ്റെ അച്ഛൻ്റെ ഇതിൽ കൂടിയോ അല്ലെങ്കിൽ അമ്മയുടെ ഇതിൽ കൂടിയോ ഞാൻ വീണ്ടും ജനിക്കുന്നു എന്ന് ആണ് വേറൊരു കൺസെപ്റ്റ് ഉള്ളത്. പക്ഷെ അങ്ങനെ ജനിക്കുന്ന കുട്ടികളിലും അപ്പൊ ഡയറക്റ്റായിട്ട് തന്നെ ആത്മാവിൽ നിന്നുണ്ടാകുന്ന പ്രൊഡക്റ്റായിട്ട് തന്നെയാണ് നമ്മൾ വരുന്നത്. എങ്ങനെ നോക്കിയാലും എല്ലാം ദൈവമയമാണ്. എല്ലാം ദൈവമയം. അത് കുറിയവനെന്നോ വലിയവനെന്നോ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ അല്ലെങ്കിൽ കുഷ്ഠരോഗം ബാധിച്ചവനെന്നാണ്. അത് തന്നെയല്ലേ നമ്മൾ അന്ന് ഏതൊരു പാട്ടിനകത്ത് ഈശ്വരനൊരിക്കൽ വിരുന്നിന് പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ കന്മത ഗോപുരവാതിലിനതി അരികിൽ കരുണാമയനവൻ കാത്തു നിന്നെന്തിനാ ഒരു ഊണിന് കയറാൻ വേണ്ടിയിട്ട്. അദ്ദേഹത്തിന് പോലും കടക്കാൻ പറ്റുന്നില്ല. അതേപോലെയായി സമൂഹത്തില് ആചാരങ്ങളുടെയും അതുപോലെ തന്നെ ആഘോഷങ്ങളുടെയും ഒക്കെ പുറകിന് പോയിട്ട് ദൈവത്തെ മറക്കുന്ന മറ്റൊരു രീതി. നമ്മൾ മതങ്ങള് പ്രവൃത്തി കൊണ്ട് നേടാൻ നോക്കുന്നു. കർമ്മം കൊണ്ട്. അതാണ് കർമ്മം എന്ന് പറയുന്നത്. കർമ്മം അത് മതങ്ങളിൽ പറയുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മമാണ് ഏറ്റവും വലിയ ദൈവം, ഏറ്റവും വലിയത്. ഞാൻ എന്ത് ചെയ്യുന്നു അതിന്റെ ഫലമാണ് ഞാൻ അനുഭവിക്കേണ്ടത്. കർമ്മഫലം അത് ആഗാമി കർമ്മം, സഞ്ചിത കർമ്മം, അങ്ങനെ കുറച്ച് വിഭാഗങ്ങളുണ്ട്, 4-5 ഉണ്ട്. അതായത് നമ്മൾ ഇത്രയും നാള് ചെയ്ത് അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കാത്ത കർമ്മങ്ങളുണ്ട്. അതാണ് നമ്മളെ മുൻജന്മ കർമ്മം എന്ന് പറയുന്നത്. അതിന്റെ ഫലവും നമ്മൾ ഈ പ്രാവശ്യം അറിയണം. ഒരു ഉദാഹരണത്തിന് ഒരു ജനിക്കുന്ന കുട്ടി ജനിച്ച് ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ആ കുട്ടി മരിച്ചു പോകുന്നു. അതിന് ആ കുട്ടി എന്ത് കർമ്മം ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്തിട്ടാണ് ആ 2 മണിക്കൂർ കൊണ്ട് ആ കുട്ടി മരിച്ചു പോകുന്നത്? അപ്പം നമ്മൾ പറയും മെഡിക്കല് അല്ലെങ്കിൽ മറ്റേത് മറിച്ചത് എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് വരും. അങ്ങനെയാണെങ്കിൽ തന്നെ കുട്ടിക്ക് ആരോഗ്യാവസ്ഥ ഇല്ല എങ്കിൽ തന്നെ എന്തുകൊണ്ട് ആ 2 മണിക്കൂറത്തേക്ക് ഒരു ജീവനുള്ള കുട്ടിയായിട്ട് അത് വന്നു? സാറ് പറയുന്നത് സംഭവിക്കുന്ന സകലത്തിന്റെയും പുറകിൽ ഒരു കർമ്മഫലം ഉണ്ടെന്നാ പറയുന്നത് അല്ലേ? കർമ്മഫലം ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നതിനും അല്ലെങ്കിൽ അടൂരുകാരനായ മാത്യു സാർ ഇവിടെ വന്നിരിക്കണമെങ്കിലും അതുപോലെ തന്നെ അങ്കമാലി സൈഡിലുള്ള ഖദീജ ഇവിടെ വന്നിരിക്കുന്നെങ്കിലും എന്തോ ഒരു കാരണമുണ്ട്. എവിടെയോ എന്തോ ഒരു റിലേഷൻ ഉണ്ട്.